നമസ്കാരം, എൻ്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ഈ ഓഹരി ഒരു മാസം നൽകിയ നേട്ടം 47%. അദാനി ഗ്രൂപ്പ് കമ്പനിയായ അദാനി പവർ ഇന്ന് റെക്കോർഡ് വില രേഖപ്പെടുത്തി. ഇന്ന് 5% ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തിയ അദാനി പവർ 432.50 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. DB പവറിൻ്റെ താപോർജ്ജ ആസ്തികൾ ഏറ്റെടുക്കാൻ അദാനി പവർ തയ്യാറായതായി കമ്പനി അറിയിച്ചതിനെ തുടർന്നാണ് ഓഹരി വില ഇന്ന് കുതിച്ചുകയറിയത്. 7017 കോടി രൂപയ്ക്കാണ് DB പവറിൻ്റെ താപോർജ്ജ ആസ്തികൾ അദാനി പവർ ഏറ്റെടുക്കുന്നത്. ഛത്തീസ്ഗഡിലെ താപോർജ്ജ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ ഈ ഏറ്റെടുക്കൽ അദാനി പവറിന് സഹായകമാകും. കഴിഞ്ഞ ഒരു മാസത്തിനിടെ സെൻസെക്സ് 6% ഉയർന്നപ്പോൾ അദാനി പവർ 47% മുന്നേറിയത്. കഴിഞ്ഞ 6 മാസത്തിനിടെ 255% ഈ ഓഹരിയിലുണ്ടായ കുതിപ്പ്. ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിലെ അദാനി പവറിൻ്റെ ത്രൈമാസ പ്രവർത്തന ഫലം മികച്ചതായിരുന്നു. കമ്പനിയുടെ നികുതിക്ക് ശേഷമുള്ള ലാഭത്തിൽ 17 മടങ്ങ് വളർച്ചയാണ് ഉണ്ടായത്. 4780 കോടി രൂപയാണ് ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിലെ കമ്പനിയുടെ ലാഭം. ഇത് മുൻവർഷം സമാന കാലയളവിൽ 278 കോടി രൂപയായിരുന്നു. നിഫ്റ്റി 17,500 താഴെ. ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 17,500 പോയിന്റിന് താഴെയായി ക്ലോസ് ചെയ്തു. നിഫ്റ്റി 267 പോയിന്റ് നഷ്ടത്തോടെ 17,490-ലും സെൻസെക്സ് 872 പോയിന്റ് ഇടിഞ്ഞ് 58,773-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1228 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 2214 ഓഹരികൾ ഇടിവ് നേരിട്ടു. 163 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ടാറ്റ സ്റ്റീൽ, ഏഷ്യൻ പെയിന്റ്സ്, അദാനി പോർട്സ്, ടാറ്റ മോട്ടോഴ്സ്, JSW സ്റ്റീൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ITC, കോൾ ഇന്ത്യ, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, നെസ്ലെ ഇന്ത്യ, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. എല്ലാ മേഖലാധിഷ്ഠിത സൂചികകളും നഷ്ടം രേഖപ്പെടുത്തി. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 1% വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു.